നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എൻഡോമെട്രിയോസിസ് ആണ് അർച്ചനയുടെ റിയൽ പ്രോബ്ലം. എക്സ്ട്രാ ടിഷ്യൂസിന്റെ ഗ്രോത്ത് ആണിത്. ചില കേസുകളിൽ ഇത് സർജറി ചെയ്യാറുണ്ട്. എന്നാ അപൂർവം ചിലരില് ഇത് സർജറി ചെയ്യുന്നത് റിസ്ക് ആണ്. പണ്ട് എനിക്കൊരു ദിവസം കണ്ണെഴുതി തന്നതേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തായിരുന്നു കുഴപ്പം? 2 ദിവസത്തേക്ക് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാ ഇനി മോക്ക് കണ്ണെഴുതാൻ പോന്നെ. കുഞ്ഞോവി, അപ്പച്ചയുടെ പൊന്ന് എന്താണ് ഇവിടെ പരിപാടി? ഏട്ടത്തി, ഞാനൊന്ന് എടുത്തോട്ടെ. അതിനെന്താ, നീ എടുത്തു. വാ 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 വാ. ആ, എന്റെ കൂടെ വരുന്നു നീ. നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. ഏട്ടത്തി, ഞാൻ ഇവളെയും കൊണ്ടൊന്ന് പുറത്തു വെക്കോട്ടെ. അധികം നേരം പുറത്തും കൊണ്ട് നടക്കണ്ട. പെട്ടെന്ന് ഇങ്ങി വന്നാ മതി. നമുക്ക് പോവാം. പോവാം. വാ, നമുക്ക് പോവാവേ. നോക്ക്, എന്തു വന്ന് അത് കണ്ടോ? അയ്യോ, നല്ല ഭംഗിയില്ലേ? ഓയ് ഓയ്, അവിടെ എന്താ നോക്കി? ആഹാ, നീ കുഞ്ഞിനെടുക്കാനൊക്കെ പഠിച്ചു അല്ലേ മോളെ? വാ, അങ്കിള് എടുക്കട്ടെ. വാ, വാവേ. ആഹാ, ഇത് കൊള്ളാലോ. നിനക്ക് ഇയാളെ മുൻപരിചയം വല്ലതും ഉണ്ടോ? വിളിച്ചപ്പോ തന്നെ എടുത്തു ചാടി അങ്ങ് പോയത് കണ്ടില്ലേ? ഇത് ആതിരയുടെ കുഞ്ഞാണോ? അല്ല, അർച്ചനയുടെ കുഞ്ഞാ. മോളെ ചക്കരേ. ആഹാ, ഇവൾക്ക് ധനുഷിനെ പരിചയക്കുറവൊന്നുമില്ലല്ലേ? അച്ഛന്റെ പൊന്നുമോള് വന്നേ. ഓ, മോളെ ഇതാ, ഞാനൊന്ന് എടുക്കട്ടെ. അയ്യോ, ഇല്ലേ, വരുന്നില്ലേ? നോക്കുമോളെ, ഇവള് ധനുഷിന്റെ തോളിൽ അള്ളി പിടിച്ചിരിക്കുക. അപ്പൊ കുടുംബക്കാരെയൊക്കെ ഇവൾക്ക് അറിയാം. ഇവനെന്തേ കാണിക്കുന്നേ? നാണമില്ലേ ഇവനിങ്ങനെ വല്ലവരുടെയും കൊച്ചിനെ എടുത്ത് എഴുന്നള്ളിക്കാൻ? നാണം കെട്ടവൻ. ഓഹോ, അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരു സെറ്റായല്ലേ? ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും. ഹലോ മിഷേൽ, ഹൗ ആർ യു? എന്ന് നാട്ടിലെത്തി? ഓഹോ, എന്നിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നേ? അത് ശരി. അപ്പോ താനത് മറന്നിട്ടില്ല. താങ്ക്സ്. ഞങ്ങള് ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ, താങ്ക് യു ഡിയർ. അപ്പോ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ശരി, ഓക്കെ. സച്ചിട്ടൻ വലിയ സന്തോഷത്തിലാണല്ലോ. ആരായിരുന്നു ഫോണില്? എന്റെ ഫ്രണ്ട് മിഷേൽ. മിഷേലായിരുന്നോ? അവള് നാട്ടിലെത്തിയോ? അവള് വന്നിട്ട് 2 ദിവസമായി. വേറൊരു കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്ത് കാര്യം? അത് നിനക്കൊരു സർപ്രൈസാ. സർപ്രൈസോ? നമ്മൾ ഒരുമിച്ച് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ലേ, അതിലേക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട്. മിഷേലിനോട് നമ്മൾ IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? അന്ന് നമ്മളൊരു ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ?
ആ, ആ ഡോക്ടർ ഇഷാന, അങ്ങനെയല്ലേ അവരുടെ പേര്? ആ അത് തന്നെ, ഡോക്ടർ ഇഷാന. അമേരിക്കയിൽ നിന്ന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ എക്സ്പെർട്ടായ മിഷേലിന്റെ ഫ്രണ്ട്. ആ ഡോക്ടർ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് വേണ്ടി മിഷേൽ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ നമുക്ക് അവരെ പോയി കാണണം. ഇത്ര പെട്ടെന്ന്? പെട്ടെന്നല്ലല്ലോ. മിഷേലിനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് കുറച്ചു നാളായില്ലേ. ഇപ്പോ അവർ നാട്ടിലൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ ഇനാഗുറേഷൻ. നമുക്ക് നാളെ തന്നെ പോയി അവരെ കാണാം. താൻ എന്ത് പറയുന്നു? ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയായിരുന്നു. ഇന്ന് വരെ അവര് ട്രീറ്റ്മെന്റ് നടത്തിയ ഒരാളും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. എല്ലാ കേസുകളും പോസിറ്റീവാ. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മിഷേൽ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നല്ലോ. തന്റെ കാര്യത്തിലൊരു പോസിറ്റീവ് സൈൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. താനിപ്പോ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അഡോപ്റ്റ് ചെയ്താണെങ്കിലും ഇപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ട്. പെട്ടെന്ന് ഒന്നുകൂടി വേണോ എന്നല്ലേ തന്റെ സംശയം? ഏയ് അല്ല, സച്ചേട്ടന്റെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. എടോ, നമ്മുടെ മോക്ക് ഒരു കുറവും വരുത്തില്ല. പൊന്നുപോലെ നമ്മൾ അവളെ വളർത്തും. അതിനോടൊപ്പം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ വേണം. ഇല്ലെങ്കിൽ ഇവളെ ഒറ്റയ്ക്കാവും. ഞാനതിന് വേണ്ടാന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് നാളെ തന്നെ പോവാം, പോരെ? ആ. ഡോക്ടർ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മെയിൽ ചെയ്തിരുന്നു. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. എത്ര നാളായി നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്? 2 വർഷം കഴിഞ്ഞു. ചെന്നൈയിലെ ഡോക്ടർ കമല സെൽവരാജിന്റെ ഒരു റെഫറൻസ് ഉണ്ടല്ലോ അതില്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നോ? ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചതാ, പക്ഷെ പിന്നീട് പോകാൻ പറ്റിയില്ല. ഡോക്ടർ സന്ധ്യയാണ് നേരത്തെ ട്രീറ്റ് ചെയ്തിരുന്നത് അല്ലേ? അതെ ഡോക്ടർ. ഷീസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. അവരുടെ ഫൈൻഡിങ്സ് എല്ലാം 100% പെർഫെക്റ്റ് ആണ്. പിന്നെന്തേ ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തില്ല? പിന്നെ പറ്റിയില്ല. മിഷേൽ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം. എനിക്കറിയാം. അമേരിക്കയിലെ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ മിഷേൽ വിശദമായിട്ട് പറഞ്ഞു. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. എൻഡോമെട്രിയോസിസ് ആണ് അർച്ചനയുടെ റിയൽ പ്രോബ്ലം. എക്സ്ട്രാ ടിഷ്യൂസിന്റെ ഗ്രോത്ത് ആണിത്. ചില കേസുകളിൽ ഇത് സർജറി ചെയ്യാറുണ്ട്. എന്നാ അപൂർവം ചിലരില് ഇത് സർജറി ചെയ്യുന്നത് റിസ്ക് ആണ്. ഫാലോപ്പിയൻ ട്യൂബുകൾക്ക് അത് പ്രോബ്ലം ആവും. ഡോക്ടർ സന്ധ്യ അത് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റും തന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 90% ഇപ്പൊ ക്യൂർ ആണ്. സോ യു ആർ ലക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.